ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിലെ താന്ത്രിക പ്രധാനമായ ചടങ്ങാണ് ഉത്സവബലി. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് താന്ത്രിക മന്ത്രധ്വനികളോടെയുള്ള ഉത്സവബലി. നാരായണ നാമജപ മന്ത്ര മുഖരിതമായ ക്ഷേത്രമതിൽക്കകം 7 മണിക്കൂർ നേരമാണ് താന്ത്രിക മന്ത്രധ്വനികളാൽ മുഖരിതമാകുക. രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണിവരെ നീണ്ടു നിൽക്കുന്ന ഉത്സവബലി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിക്കും. അദൃശ്യരൂപികളായ ദേവീദേവന്മാരുടെ സംഗമമെന്നാണ് ഉത്സവബലിയെ വിശേഷിപ്പിക്കുന്നത്. ക്ഷേത്രത്തിൽ അദൃശ്യമായി നിലകൊണ്ട് ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുകയും ക്ഷേത്രത്തിന് ചൈതന്യം ഉണ്ടാക്കുവാനായി ഗുരുവായൂരപ്പനെ സഹായിക്കുകയും ചെയ്യുന്നവരാണ് ഈ ദേവീദേവന്മാർ എന്നാണ് സങ്കല്പം. ഗുരുവായൂരപ്പൻ്റെ ഭൂതഗണങ്ങളെ മുഴുവൻ പാണി കൊട്ടി മന്ത്രപുരസരം ആവാഹിച്ചു വരുത്തി ബലി കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതാണ് ഉത്സവബലി. ക്ഷേത്രത്തിൻ്റെ സമഗ്രമായ മേൽനോട്ടം വഹിക്കുന്ന ക്ഷേത്രപാലകന് ബലി തൂകുന്നതോടെയാണ് ഉത്സവബലി ചടങ്ങുകൾക്ക് സമാപനമാവുക. രാവിലെ 11 മുതലാണ് ഉത്സവബലി ദർശനം. ക്ഷേത്രമതിലകത്ത് എഴുന്നള്ളിച്ചു വെച്ച ഭഗവാനെ 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് കൺകുളിർക്കെ കണ്ട് നിർവൃതി അടയുക. 33 ദേവന്മാരും ഭഗവത് ദർശനത്തിന് ഈ സമയത്ത് എത്തുമെന്നും ഒരു സങ്കല്പമുണ്ട്. ഇന്നേ ദിവസം എല്ലാ ചരാചരങ്ങൾക്കും അന്നം നൽകി തൃപ്തിപ്പെടുത്താറുമുണ്ട്. ഈ പുണ്യസമയത്ത് ദേശത്താരും പട്ടിണി കിടക്കരുത് എന്ന ഉദ്ദേശിച്ച് പക്ഷി മൃഗാദികൾക്ക് പോലും അന്നം നൽകി വരുന്നുണ്ട്.